നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ആനുകൂല്യ വിതരണ അറിയിപ്പുകളും അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണ അറിയിപ്പുകളും മസ്റ്ററിംഗ് അറിയിപ്പുകളും ഒക്കെ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി, അതായത് പുതിയ പദ്ധതി, സാർവത്രിക പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുവാൻ പോകുന്നത്. എല്ലാ ഇന്ത്യക്കാർക്കും പെൻഷൻ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് സാർവത്രിക പെൻഷൻ പദ്ധതി. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഒരുങ്ങുന്നതെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. നിലവിൽ വീട്ടുജോലിക്കാർ, റിഗ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല. ഇതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സാർവത്രിക പെൻഷൻ പദ്ധതി കൊണ്ടുവരാൻ പോകുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത്തരത്തിൽ അസംഘടിത മേഖലയിൽ ഉള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഈ ഒരു പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുക. നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് EPF പോലെയുള്ള പെൻഷൻ പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ പദ്ധതി എന്നാണ് സൂചന. പദ്ധതിയിൽ നിർബന്ധമായി ചേരേണ്ടതില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പദ്ധതിയുടെ ഭാഗമാകുന്നവർ നിശ്ചിത തുകയടച്ച് 60 വയസ്സാകുമ്പോൾ മാസം നിശ്ചയിച്ച തുക പെൻഷനായി ലഭിക്കും. എന്നാൽ EPF പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് പ്രാഥമിക വിവരം. പല മേഖലകളിലായി തൊഴിലെടുക്കുന്ന ആളുകൾക്കായി കേന്ദ്ര സർക്കാർ ചില വിവിധതരം പെൻഷൻ പദ്ധതികളൊക്കെ അവതരിപ്പിച്ചിരുന്നു. ഇവയെല്ലാം ലയിപ്പിച്ച് ഒറ്റ പദ്ധതി ആക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല. നിക്ഷേപകന് 60 വയസ്സ് കഴിയുമ്പോൾ 1000 മുതൽ 1500 രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന, വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, മറ്റു തൊഴിലാളികൾ എന്നിവർക്കുള്ള PMSYM എന്നിങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിൻ്റെ നിരവധി പെൻഷൻ പദ്ധതികളാണുള്ളത്. നിക്ഷേപകന് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന പദ്ധതിയും ഇപ്പോൾ നിലവിലുണ്ട്. ഇവയിൽ ഏതൊക്കെ പെൻഷൻ പദ്ധതികളാണ് സാർവത്രിക പെൻഷൻ പദ്ധതിയിൽ ലഭിക്കുക എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കരട് രൂപം തയ്യാറായാൽ മാത്രമേ പദ്ധതിയുടെ രീതിയും അതിൻ്റെ സംവിധാനങ്ങളും എങ്ങനെയെന്ന് വ്യക്തമാവും. എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്